ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടുമല്ല, ബീച്ചിലേക്കാണ്. എവിടെ പോണ? മുനമ്പത്തല്ലേ? മുനമ്പം ബീച്ചിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഗദ്ദാഫി ഉണ്ട്, ഞാനുണ്ട്, മമ്മിയുണ്ട്, ചൂച്ചിയുണ്ട്, പിന്നെ എൻ്റെ 2 കസിൻസും വഴിയിൽ നിന്ന് നമ്മൾ കളഞ്ഞിട്ടു. ടാറ്റ. ഡാഡി ഉറങ്ങുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട്, ഡാഡിക്ക് പണിയുള്ളത് കൊണ്ട്, പണി ഉണ്ടായിരുന്നു ഇന്നലെ, അതുകൊണ്ട് ഡാഡി ഇന്ന് കിടന്നുറങ്ങുകയാണ്. ഇപ്പം ഞങ്ങൾ നടന്ന് റോഡെത്തി. സൂസ ഫ്രണ്ടിലാണോ ഇരിക്കണേ? നീ എവിടെ പോണേ? എവിടാ? ബീച്ചിലോ? ഇങ്ങോട്ടാക്കിയേ. എവിടെ പോണോ? ബീച്ചില്. ആരുടെ കൂടെ പോണോ? ഗദു ആരാ നിന്റെ? ഗദു മാമിച്ചിയാ? ഗദുവിന് ഇഷ്ടമാണോ? എത്ര ഇഷ്ടമുണ്ട്? 3 എണ്ണോ? ഇന്ന് ചതയമായത് കൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ട് ഗൈസ്. പറവൂരൊക്കെ നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ചേന്നമംഗലം വഴി പോകുന്നു. ഇത് വടക്കുംപുറം വഴി നേരെ എങ്ങോട്ടാ നമുക്കുള്ളത്? മൂത്തുകുന്നം. അവിടെ ചെന്നിട്ട് വേണം. എൻ്റെ കസിൻസ് 2 പേരുണ്ട്, ഐമനും അമ്പും ഉണ്ട്. അദീബും ഐമനും. അവർ 2 പേരെയും പിക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ നേരെ മുനമ്പം. ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. കുറച്ചുറക്കം പറ. അടിപൊളി. എന്തായിരുന്നു വീട്ടില് സ്പെഷ്യൽ? പറയൂ. സ്പെഷ്യൽ എന്ത്? പച്ചക്കറി ഒന്നും ആരും കഴിക്കത്തില്ല ഗൈസ്. കുറച്ച് ഉറക്കം പറ. സാമ്പാർ വെച്ചു കൊണ്ട് കളഞ്ഞു, ആരും കഴിക്കത്തില്ല. ചിക്കൻ, ഡക്ക്, മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, ചെമ്മീൻ ഉളത്തിയത്, പപ്പടം, അച്ചാർ, പിന്നെ ഒരു പായസം. കഴിഞ്ഞോ? ഗദ്ദാഫി, നിങ്ങൾക്ക് വരാത്തതിൽ എന്ത് തോന്നുന്നു? ഖേദിക്കുന്നു. അങ്ങേയറ്റം ഖേദിക്കുന്നുണ്ടോ? ഇന്നത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നെന്തായിരുന്നു കഴിച്ചത് താങ്കൾ? കുഴിമന്തി. കടയിൽ നിന്ന് വാങ്ങിച്ചതാണോ? അല്ല, എന്റെ പൊന്നുംകുളം ചേച്ചി ഉണ്ടാക്കിയത്. ചേച്ചി അല്ല, മോള്. ചേച്ചി മോളും. മോളുടെ പേരെന്താ? അബി. എങ്ങനെയുണ്ടായിരുന്നു കൈപുണ്യം? സൂപ്പർ. എവിടെ? ഗ്ലാമറുള്ള മോന്ത കാണട്ടെ. നടുവേദന ഓൽമെന്റ് വരട്ടിയാ? ഇല്ലേ? അതെന്താ? പൊള്ളോ? ബീച്ചിൽ പോയാൽ തണുപ്പടിച്ചാ പൊള്ളും, അതുകൊണ്ട് ഓൽമെന്റ് വെച്ചില്ല. നിങ്ങളുടെ ഹസ്ബൻഡിൽ കൂടെ ഇല്ലാത്തതിൽ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. കാരണം ഒരു സ്ഥലത്ത് പോയാൽ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരണം. ക്യാഷ് ഉണ്ടോ ഗദ്ദാഫി? അമ്പുവിന്റെ കയ്യിൽ കാശ് ഉണ്ട്. അവിടെ ചെന്നിട്ടുള്ള ചെലവ് അമ്പുവിന്റെ വക. കപ്പലണ്ടി മുതൽ ഫുഡിന്റെ ചെലവ് മൊത്തം അമ്പു. ഫുഡിന്റെ ചെലവ് മൊത്തം അമ്പു. നിങ്ങൾക്ക് എന്നെ പ്രസവിച്ചതിൽ എന്ത് തോന്നുന്നു? വളരെയധികം ദുഃഖം തോന്നുന്നു ഗൈസ്. കാരണം
കാരണം ഒന്നും പറഞ്ഞനുസരിക്കില്ല. ഇല്ല, എന്താണ് പറയണത് അനുസരിക്കാൻ മടിച്ച്. ഇന്ന് മന്തി വെക്കാൻ ആരാ നിന്നെ സഹായിച്ചത്? ഒറ്റയ്ക്കാണോ വെച്ചത്? മയോണൈസ് ഉണ്ടാക്കി, തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ പിന്നെ ഒന്നുമില്ല. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് തന്നത് ആരാ? ചിക്കൻ ആരാ മാഗ്നേറ്റ് ചെയ്ത് തന്നത്? ഇത് രണ്ട് പയ്യന്മാരെന്നെ ക്രഷ് അടിക്കുന്നു. അയ്യോ, വായി നോക്കുന്നോന്റെ. ഞാൻ ഭയങ്കര സുന്ദരി ആയതുകൊണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ സുന്ദരിയാണോ? ഇല്ല, എന്റെ അത്ര ഗ്ലാമറില്ല അല്ലേ ഗൈസ്? നിന്റെ മകളായത് കൊണ്ട് എനിക്ക് ഇത്രയും സൗന്ദര്യം. ഒരു കുറച്ച് ഒരു 25%. ബാക്കിയോ? ബാക്കിയില്ല. ഞങ്ങളുടെ ഫാമിലിയില് രണ്ട് മക്കൾ വെച്ചാ എല്ലാരും അല്ലേ ഡി? ഞങ്ങളുടെ ഫാമിലിയിൽ രണ്ട് പിള്ളേരുകളാണ് എല്ലാവർക്കും. എൻ്റെ വീട്ടില് ഞാനും എൻ്റെ അനിയനും തമ്മിൽ യാതൊരു സാമ്യമില്ല. ഞാൻ വേറെ ഏതോ പോലെ, എൻ്റെ അനിയൻ വേറെ ഏതോ പോലെ. പിന്നെ ഗദ്ദാഫിന്റെ വീട്ടില് ഗദ്ദാഫിയും ഗദ്ദാഫിന്റെ ചേട്ടനും വേറെ വേറെ പോലെയാ. പിന്നെ എൻ്റെ വേറെ കസിൻസ് ഉണ്ട്. എൻ്റെ അമ്മേന്റെ മാമന്റെ മക്കളുണ്ട്. ഇങ്ങേരിട്ട് ബ്ലോഗാലമ്പും. അവര് ഞാൻ കാണിച്ചു തരാം. അവര് വരുമ്പോ ഞാൻ കാണിച്ചു തരാം. അമ്പുവും അവനെ 2 അമ്പുകളുണ്ട്. എൻ്റെ അനിയൻ അമ്പുവ, അതും അമ്പുവ. അതുകൊണ്ട് വലിയമ്പും കുഞ്ഞമ്പും, വലിയമ്പും കുഞ്ഞമ്പും അയ്മനും വേറെ വേറെ പോലെയാ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റാ. പിന്നെ എൻ്റെ അമ്മേന്റെ ബ്രദറും വേറെ വേറെ പോലെയാണ് അല്ലേടി? പിന്നെ വേറെ ആരാടി ഉള്ളത്? വേറെ ആരുമില്ല. അബ്ബയുടെ ഫാമിലിയിലെ ആൾക്കാരില്ല, കുറവാ. അച്ഛന്റെ ഫാമിലിയിൽ കൊറേ പേരുണ്ട്. എല്ലായിടത്തും പോയ സ്വന്തക്കാരടാടി. ഇന്ന് നല്ല വെയിലുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ സെലിബ്രിറ്റി ബ്രദർ RJ ഗദ്ദാഫിന്റെ സൺസ്ക്രീം ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ലതാന്ന് തോന്നുന്നു. ആ കുഴപ്പമില്ല. കുറച്ചിങ്ങനെ ഓയിലി പോലെ ഉണ്ട് ഫേസ്. അതായത് കുറച്ച് ഗ്ലോ ഉണ്ട്. എനിക്ക് തോന്നിയതാട്ടാ. കണ്ടോ, ഗ്ലോ ഉണ്ട്. ഇവിടെ പാട്ടാണ്. എന്റെ കയ്യിൽ നിന്നല്ലേ താങ്കൾക്ക് ഇത്ര ഗാനങ്ങൾ പകർന്നു കിട്ടിയത്? തീർച്ചയായിട്ടും അല്ലേ? നമ്മുടെ വീട്ടിലുള്ള എല്ലാരും നല്ല കഴിവുള്ള ആൾക്കാരല്ലേ? തീർച്ചയായിട്ടും കുറച്ച് കഴിവ് കൂടുതലാ. അതെ, കഴിവേറികളാണ്. കഴിവേറിയത്. കഴിവേറികൾ. ചൂച്ചാക്ക് എന്ത് കഴിവാ ഉള്ളത്? അതെ, ഇടിക്ക, പിന്നെ ഉപദ്രവിക്ക, ഒരാഴ്ച അപ്പിടാതിരിക്കാനുള്ള കഴിവ്. ഒന്ന് വരുമ്പോ 2000 ആണ്. മൂത്തുന്നെത്തി. അപ്പൊ ഞങ്ങൾ മൂത്തുന്നെത്തി. ഇനി നേരെ അവരുടെ വീട്. അവരുടെ വീട് കൊട്ടുവള്ളിക്കാട്. ഞങ്ങള് കൊട്ടുവള്ളിക്കാട് പോണം. മൂത്തുന്നെത്തി എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവൻ റെഡിയായി കൊട്ടുവള്ളിക്കാട്. എന്നിട്ട് അവനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ നേരെ വിചാരം. 5400. സൺകിസ്ഡാണ്. ഒക്കെ ഇരിഞ്ഞു പോകുന്നു.
നീ വേണ്ട ചതയത്തിന് ടീഷർട്ട് എങ്ങനെയുണ്ട്? ചതയം മൂടായിട്ടുണ്ട്. ഇന്ന് ചതയോടെന്ന് അറിഞ്ഞോണ്ടാണോ നീ കോടി കണ്ടപ്പോഴേ ഞാൻ അറിഞ്ഞത് ഇത് വിറക്കല്ലേ? നേരത്തെ ഒരു പറയലെന്താണ്? എന്തായാലും തിന്നാ ടീഷർട്ട് കൊള്ളാട്ടോ. എനിക്ക് പോകുമ്പോ തന്നെ കേട്ടോ, പോകുമ്പോ തന്നെ ചതയും കൂടിയിട്ട് വെള്ളമാണ്. അങ്ങനെ ഇവിടെ എത്തി. എവിടെ എത്തി? മുനമ്പം. ഞങ്ങൾ ബീച്ച് എത്തി. നല്ല വെയിൽ. വാളെടുത്തവൻ വാളാൻ വളച്ചു നോക്കണ്ട ചാടിക്കോ വളർന്നോളെ ഞങ്ങൾ പിക്കൊക്കെ എടുക്കാണ്. വെയില് പോണതിന് മുന്നേ നമ്മൾ പിക്കൊക്കെ എടുക്കുന്നു. ഇതല്ലേ ഭംഗി? താടി പിടിച്ചല്ലേ ഭംഗി? പോയില്ല ബ്രോ. ഇത്രയും പേര് നിക്കണെങ്കിൽ എന്റെ ടീഷർട്ട് മാത്രം എടുത്ത് കാണിക്കണം. അതെ അതെ, അത് കണ്ണാപ്പിയുള്ള ആൾക്കാർ തിരിച്ചറിയുള്ളൂ. അതെ ഏതോ ഒരു ഗതി കേട്ടോ തന്നെയാണ്. നന്ദി ഉണ്ടടാ നിനക്ക്. ലിപ്സ്റ്റിക് എടുക്കട്ടെ? എടുത്തോ, ലിപ്സ്റ്റിക് ബാഗിലുണ്ട്, അതുകൊണ്ട് അടുത്തത്. ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ പെൺതരികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ബാക്കിയുള്ള എല്ലാരും ആണുങ്ങളാ. അല്ല, പേരക്കിടാങ്ങളല്ലേ നമ്മളെല്ലാരും. അതല്ല ഞാനാ പറയേണ്ടത്. ഞങ്ങളുടെ ആ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ പെൺകുട്ടിയായിട്ട്. പിന്നെ എന്താ ഡീസന്റ് അല്ലേ സംസാരമൊക്കെ? ഞങ്ങളുടെ പഞ്ചായത്തിലെ രേണുസുതിയാണ്. കണ്ടോ ഈ വീഡിയോ ഒക്കെ കുട്ടികൾ കാണാൻ പറ്റോ? ലോട്ടറി കൂടി എഡിറ്റ് ചെയ്തൊക്കെ നാളെയാണ്. ഇത് കുട്ടികൾ ആരും ഇത് കണ്ട് പഠിക്കരുത്. ഇവർ വെറും പറയുന്നില്ല. കുട്ടികൾ കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നോണ്ട് അവരായി അവരുടെ പാടായി. ആ വാച്ച് ഞാൻ മുക്കും. ഓക്കേ, നല്ല ഫ്രെയിമടാ. ഞങ്ങൾ ഷോട കുടിച്ചു, കപ്പിലണ്ടി തിന്നു. ഞാൻ പറഞ്ഞല്ലേ. ഓ, മോന്തനേട് നല്ലത് പിന്നെ. എടാ അത് ഞാൻ അടിപൊളിയായിട്ടുണ്ട്. ഏത് ആണാ നേരത്തെ മോന്ത ശോകം. ഞങ്ങൾ ബീച്ചിലോട്ട് നടക്കാണ്. വെള്ളത്തിൽ ഇറങ്ങാൻ വേണം. ഞാൻ ഇറങ്ങണില്ല, മേക്കപ്പ് പോകും.
വരുന്നു. ഇറങ്ങണല്ലേ? ഇറങ്ങണല്ലേ? നീ ഇറങ്ങല്ലേ? നീ ഇറങ്ങണ്ടോ? നീയോ? അയ്മന ഇറങ്ങണ്ടോ? ഇല്ല. ഗിതു? ഓ സ്കിബിഡി. നീ ഇറങ്ങണ്ടോ? ഇന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇന്ന് സൺഡേ ആയോണ്ടായിരിക്കും. ചൂച്ച എന്തോ കൊറേ എത്ര ഒരു 2-3 വർഷത്തിന് ശേഷം ഉണ്ടോ അവനെ കടലിലോട്ട് ഇറങ്ങണം. എന്താണ് ഫോൺ? ഞാന് കാൽ നനക്കാൻ ഇറങ്ങുന്നു. വിളിച്ച് മാനഞ്ഞി എടാ മൂക്കി കേറട്ടാ. കൊണ്ടുപോട്ടെ. പോട്ടെ പോട്ടെ പോട്ടെ. എടാ മൂക്കാണി കൊണ്ടോട്ടെ, കടൽ കൊണ്ടോട്ടെ. നോക്കിയാ ചോദിച്ചേ. പോയില്ലേ? കിട്ടിയില്ല. പിടിച്ചു വായിട്ട് തന്നെ ഞങ്ങൾ ഇവിടുത്തെ വെള്ളത്തിൽ കളിയൊക്കെ നിർത്തി ഞങ്ങൾ കുറച്ചു നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാൻ പോണേന്. മതിയായി, ചൊറിയുണ്ട്. കുറച്ച് തണുക്കായി. ഫ്രീക്കത്തിയോളമുണ്ട്. ഒരു ചേട്ടനെ കൊണ്ടതല്ല കണ്ടിട്ട് ചോദിച്ചാ ഞങ്ങളെ തല കുറച്ചു നേരം നടക്കാം. ആ പാടി എന്നെ എടി പൊടിന്ന് വിളിക്കണുണ്ട്. ആരും ഒന്നും വിചാരിക്കരുത്, ഞങ്ങളെല്ലാരും അങ്ങനെയാ. കുടുംബക്കാര് മൊത്തം എടി പൊടി ബന്ധങ്ങളാ.
ഫ്രീക്കാന്നാ വിചാരം. വല്ല കിട്ടിയോടാ അമ്മ വന്നില്ലേ മാങ്ങയും കൊണ്ട്. എവിടെ പോയാലും പിന്നെ അറിയുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ട് ഇതുപോലെ എവിടെയെങ്കിലൊക്കെ നിന്ന് സംസാരിച്ചെത്തും. ആ ഞങ്ങൾക്ക് എവിടെ പോയാലും റെമിനിറ്ററി ഇല്ല. എടാ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് വന്നേ. അങ്ങനെയെങ്കിലും കുടുംബക്കാരുടെ പോസ്റ്റ് ഇടുവാൻ. എനിക്കിതാ ഇന്ന് നോക്കിക്കോട്ടെ ഒന്ന് മാങ്ങ. നല്ലതാ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താടി മാങ്ങ കഴിക്കണ്ട. എന്താ ഡേഞ്ചർ. ഇവിടെ എല്ലാരും മീൻ പിടിക്കാൻ വന്ന ഏരിയുണ്ട്. ഈ നാറ്റം വരെ ആൾക്കാരുണ്ട്. പിള്ളേരാന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവരെല്ലാരും നോനി പറയുന്ന ആൾക്കാരാ. നിങ്ങൾ വിചാരിക്കും പെണ്ണുങ്ങൾ മാത്രമേ നോനിയാരാണെന്ന്, പക്ഷെ അല്ല, ആണുങ്ങൾ. കണ്ട സ്വയം പറയുന്നു ഓരോന്ന്. എന്താന്ന് എന്താ എല്ലാ ദിവസവും വീഡിയോ കാണാറുണ്ട്. ബ്ലോഗ്സ് അല്ലേ? അവർക്ക് ജീവിക്കാൻ അനുവാദമില്ലേ? എന്താ അടുത്ത നെവിനാവാൻ നോക്കുവാണോ? എന്താണ് നെവിനാണോ? അതെ ഞങ്ങളുടെ കുടുംബക്കാര് പിന്നെ പണ്ടേ കഴിവേറികളായോണ്ട് ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ് അല്ലേ. ഇത് എടോ താൻ സത്യം പറഞ്ഞോടെ. എടോ തനിക്ക് യൂട്യൂബില്ലേ? യൂട്യൂബ് ബ്ലോഗർ അല്ല ചേട്ടാ, ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് പറ പ്ലീസ്. പറ ചാനലിന്റെ പേര് പറ. ഓക്കെ സ്പെല്ലിംഗ് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഗദ്ദാഫിനാരോ അറിയുന്നവരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അതിന്റെ 2 മിനിറ്റത്തെ ഷോ ഓഫ് ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഞങ്ങൾ ഇനി നേരെ ഇവരെ കുണ്ടെന്നാക്കാൻ പോകുന്നു. കൊട്ടൊള്ളിക്കാട് പോകുന്നു. ഇനി അവിടെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. ഗദ്ദാഫിയുടെ വീട്ടിലോട്ട് പോകും. ഒരു ചീന ടീഷർട്ട് ഉണ്ട്, അത് കൊടുക്കണം ഗദ്ദാഫിക്ക് അല്ലേ. ഇന്നത്തെ ദിവസം ആർക്ക് താങ്ക് യു പറയണം? ആർജി ഗദ്ദാഫിക്കും പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നതും ഉപ്പിലിട്ട മാങ്ങ വാങ്ങി തന്ന അമ്പുവിനും ഈ സമയം നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, എന്റെ സ്വന്തം അനിയൻ അമ്പുവിന് ഞങ്ങൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഞങ്ങളിതോ കാട്ടിക്കൂടിയൊക്കെയാണ് പോണത്. ഒന്നും കാണാൻ ഭയങ്കര ഇരുട്ടാണ്. നിന്റെ മുഖത്താണ് ഇരുട്ട്, മനസ്സിലും. അതെ, മനസ്സിലും കണ്ണിലും ഈ ദരിദ്രവാസികളുടെ വീട്ടില് പോണതാണ്. വീടെത്തിയില്ലേ? ഹാപ്പി അല്ലേ? ഇന്ന് സെറ്റല്ലേ? അയ്മ സെറ്റല്ലേ? രാവിലെ പോയപ്പോരെ
ഗൈസ് എങ്ങ പോകുന്നു? ശവതിക്കാ അടുത്ത ശനിയാഴ്ച നമ്മൾ മീറ്റ് ചെയ്യും. വ്ലോഗാണ് തൊമ്പപ്പൊടി. നീ ഒരു പതിവ്രത. വെറുതെ വാ. ബൈ. സേഫ് ആയിട്ട് വീടെത്തി. ഇവിടെ റോഡിലാണ്. നമ്മ റോഡിലാണ്. റോഡിൽ ഇവിടത്തെ ലൈറ്റ് ഇട്ടിട്ടാ നമ്മ നേരത്തെ ലൈറ്റ് ഇടാനാ. സേഫ് ആയിട്ട് വീടെത്തിയിട്ടുണ്ട്. ഇനി ഗദ്ദാഫിയുടെ മറന്നു വെച്ച വാച്ച് അമ്പു പോയി എടുത്തിട്ട് വരും. ആ ബാഗ് കൊണ്ടുപോകണം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ദിവസം ഏതാണ്ട് നമ്മൾ തീർന്ന് അബീനെ എല്ലാവരും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഡേ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ അടിപൊളിയായിരുന്നു. താങ്ക്സ് ടു ഗദ്ദാഫി ആൻഡ് അംബൂസൻ. അപ്പൊ എല്ലാവരും നമ്മളുടെ അബിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഈ ചാനൽ വളർന്ന് വലുതായിട്ട് വേണം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാൻ. അതെ അതെ, ഞാൻ എന്തായാലും തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും. അപ്പോ ഒന്നുമില്ല ഇത്രയുള്ള വീഡിയോ. അപ്പൊ എല്ലാരും എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്തായാലും മെയിൻ ആയിട്ട് വേണം. അടിച്ചു പൊട്ടിക്കുക, പൊട്ടിച്ച് നശിപ്പിച്ച് എനിക്ക് വേണ്ട ഇനി അത്. അതെ, അപ്പൊ ഇത്രയുള്ളൂ ഗൈസ്.